ഹായ് ഹലോ നമസ്കാരം. സമ്മർ ആരംഭിച്ചു, ട്രിപ്പിംഗ് മോഡ് വീണ്ടും സ്റ്റാർട്ടായി. നമ്മളിന്ന് പോകുന്നത് ടൊറൻറ്റോ ഐലൻഡിലേക്കാണ്. നമുക്ക് ഡൗൺ ടൗണിൽ നിന്നും വാട്ടർ ടാക്സിയോ അല്ലെങ്കിൽ ഫെറിയോ എടുത്ത് ഐലൻഡിലേക്ക് പോകാവുന്നതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫെറി സർവീസിൻ്റെ അടുത്ത്. ഐലൻഡ് എത്തുന്നതിന് മുന്നേ തന്നെ ചിലരൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ട് ആരംഭിച്ചു. അവിടെ എത്തിയിട്ടും ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ പരിപാടി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ഫെറി എത്തി. വലിയ തിരക്കൊന്നും കൂടാതെ തന്നെ എല്ലാവരും ബോട്ടിലേക്ക് കയറി. ഡൗൺ ടൗണിനെ പിന്നിലാക്കിക്കൊണ്ട് ഐലൻഡിനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ബോട്ട് മെല്ലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും സെൻട്രൽ ഐലൻഡിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ആദ്യം നേരെ പോയത് റെൻറ്റിനോരോ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. $15 ഒരു ദിവസത്തെ സൈക്കിളിൻ്റെ വാടക. സൈക്കിൾ കിട്ടിയ ആവേശത്തിൽ എല്ലാവരും ആഞ്ഞൊരു ചവിട്ടങ്ങ് തുടങ്ങി. പിന്നെ പോകുന്ന വഴിക്കെല്ലാം നല്ല നല്ല ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് അങ്ങ് തുടങ്ങും. എല്ലാവരും ഒരുമിച്ച് സൈക്കിൾ ചവിട്ടുന്നൊരു ഷോട്ട് കിട്ടാൻ എനിക്ക് കുറച്ച് പാടുപെടേണ്ടി വന്നു. ഒരു കയ്യിൽ സൈക്കിളും ഒരു കയ്യിൽ മൊബൈലും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു. അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. തൽക്കാലം ഞങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്തു. പിന്നെ ഐലൻഡിലൊരു ചെറിയ ഫാമുണ്ട്. ഒരുപാട് വലിയ ഫാമല്ല, ചെറിയ ഫാമാണ്. അത്യാവശ്യം കുറച്ച് മൃഗങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ഫാമിന് ചുറ്റുമുള്ള വഴിയിലൂടെയൊക്കെ ഞങ്ങൾ സൈക്കിളും ചവിട്ടി നടന്നു. അവിടെ ഒരു പഴയ ട്രാക്ടർ കണ്ടായിരുന്നു. എല്ലാവരും അതിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പം ഞാനും വിട്ടുകൊടുത്തില്ല. അടുത്ത മനോഹരമായൊരു ലൊക്കേഷൻ കണ്ടപ്പോഴത്തേക്കും ഫോട്ടോഷൂട്ട് വീണ്ടും ആരംഭിച്ചു. ഐലൻഡിൻ്റെ ഈ ഭാഗമൊക്കെ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 5-6 മണിക്കൂർ നേരത്തെ സൈക്കിൾ ചവിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ടയർഡായി. പിന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയായി പിന്നീട്.
മുന്നത്തെ പോലെ തന്നെ വലിയ തിരക്കൊന്നും കൂട്ടാതെ എല്ലാവരും ബോട്ടിലേക്ക് കയറി സ്രാങ്ക് ഡൗൺ ടൗൺ ലക്ഷ്യമാക്കി മെല്ലെ ബോട്ട് മുന്നോട്ട് നീക്കി. ഡൗൺ ടൗൺ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പ്. ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ഒരു സ്ട്രീറ്റ് ഫുഡ് കടയിലേക്ക് പോയി. എല്ലാവരും ആവശ്യം പോലെ ഹോട്ട് ഡോഗ് കഴിച്ചു. ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അടുത്തത്. എല്ലാവരും വിദഗ്ധരായ ഷെഫുമാരായിരുന്നു. കുറച്ചു നേരത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ബാർബിക്യൂ ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയി. അങ്ങനെ മനോഹരമായ വീക്കെൻഡ് അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും തിരികെ വീട്ടിലേക്ക് പോയി.